നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മളെല്ലാവരും ശരിക്കും ജീവിക്കുന്നത് ഒരു വലിയ വായുസമുദ്രത്തിന്റെ അടിത്തട്ടിലാണെന്ന്? അതെ, സത്യമാണ്. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ അദൃശ്യമായ സമുദ്രമാണ് നമ്മുടെ കാലാവസ്ഥയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് ഈ കാറ്റ് വീശുന്നത്? ഒരു ചെറിയ ഇളങ്കാറ്റായാലും അല്ലെങ്കിൽ എല്ലാം തകർത്തെറിയുന്ന ഒരു കൊടുങ്കാറ്റായാലും ഇതിനൊക്കെ പിന്നിലെ ശക്തി എന്താണ്? വാ, നമുക്ക് ഒരുമിച്ച് ഈ രഹസ്യം കണ്ടെത്താം. ഈ രഹസ്യം കണ്ടെത്താനുള്ള നമ്മുടെ യാത്രയിലെ ആദ്യത്തെ സൂചന ഇതാണ്. നമുക്ക് ചുറ്റുമുള്ള വായുവിന് ഭാരമുണ്ട്. കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ സംഗതി സത്യമാണ്. ഈ ഭാരത്തെയാണ് നമ്മൾ ശാസ്ത്രീയമായി അന്തരീക്ഷമർദ്ദം എന്നു പറയുന്നത്. അതായത് നമ്മുടെ തലയ്ക്കു മുകളിലുള്ള വായു നമ്മളിൽ ചെലുത്തുന്ന ഭാരം. ഇതളക്കാൻ ബാരോമീറ്റർ എന്നൊരു ഉപകരണവുമുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ ശരാശരി 1013.2 മില്ലിബാറാണ് അന്തരീക്ഷമർദ്ദം. ഈ സംഖ്യ കേട്ടിട്ട് വലുതായി തോന്നുന്നില്ലെങ്കിൽ ഒന്നോർത്തു നോക്കൂ. ഇത് ഏകദേശം നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ ഒരു ചെറിയ കാർ വെച്ചതിന് തുല്യമാണ്. അത്രയും ഭാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇത്രയും ഭാരമുണ്ടായിട്ട് നമ്മളെന്താ അത് അറിയാത്തതെന്ന്? അതിനൊരു കാരണമുണ്ട്. പുറത്തുനിന്നുള്ള ഈ വലിയ മർദ്ദത്തെ നമ്മുടെ ശരീരം ഉള്ളിൽ നിന്നൊരു എതിർമർദ്ദം കൊടുത്ത് ബാലൻസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്കിതൊന്നും ഫീൽ ചെയ്യാത്തത്. അത്ഭുതം തന്നെയല്ലേ? ശരി, അപ്പം നമ്മുടെ രഹസ്യത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ അന്തരീക്ഷമർദ്ദം ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല. ഓരോ സ്ഥലത്തും ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കാലാവസ്ഥ എന്ന വലിയ കളിയുടെ പിന്നിലെ പ്രധാന കാരണം. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ മർദ്ദവ്യത്യാസങ്ങൾക്ക് കാരണം. ഒന്നാമത്തേത് താപനില, അതായത് ചൂട്. രണ്ടാമത്തേത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉയരം. പിന്നെ വായുവിലുള്ള ഈർപ്പത്തിന്റെ അളവ്, അതായത് ആർദ്രത. നമുക്ക് താപനിലയുടെ കാര്യം നോക്കാം. ചൂടുള്ള വായു എപ്പോഴും വികസിക്കും, അതിന് ഭാരം കുറയും, എന്നിട്ടത് മുകളിലേക്ക് ഉയരും. അപ്പോൾ അവിടെ വായു കുറയുന്നതുകൊണ്ട് മർദ്ദം കുറയും. ഇതിനെയാണ് ന്യൂനമർദ്ദം അഥവാ ലോ പ്രഷർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് തണുത്ത വായു സങ്കോചിച്ച് ഭാരം കൂടി താഴേക്ക് വരും. ഒരുപാട് ആളുകൾ ഒരു മുറിയിൽ തിങ്ങി നിറഞ്ഞാൽ അവിടെ തിരക്ക് കൂടുന്നതുപോലെ അവിടെ മർദ്ദം കൂടും. ഇതിനെയാണ് നമ്മൾ ഉച്ചമർദ്ദം അഥവാ ഹൈ പ്രഷർ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇത് ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിന് നേരെ തിരിച്ചായിരിക്കും. ഈർപ്പമുള്ള വായുവിന്, അതായത് നീരാവി കലർന്ന വായുവിന് വരണ്ട വായുവിനേക്കാൾ ഭാരം കുറവാണ്. കാരണം ജലക്കണികകൾക്ക് നൈട്രജൻ, ഓക്സിജൻ പോലുള്ള വാതകങ്ങളെക്കാൾ ഭാരം കുറവാണ്. അപ്പോൾ വായുവിൽ ഈർപ്പം കൂടുമ്പോൾ മൊത്തത്തിലുള്ള ഭാരം കുറയും, അങ്ങനെ മർദ്ദവും കുറയും. ഇനി ഉയരത്തിന്റെ കാര്യം. നമ്മളൊരു മനയുടെ മുകളിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലുള്ള വായുവിന്റെ അളവ് കുറഞ്ഞുവരും. അതുകൊണ്ട് തന്നെ മർദ്ദവും കുറയും. വിമാനയാത്രയിൽ നമ്മുടെ ചെവി അടയുന്നത് ഓർമ്മയില്ലേ? അത് ഈ മർദ്ദവ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം. പ്രകൃതിയുടെ ഒരു പൊതുവായ നിയമമാണ്, എല്ലാം എപ്പോഴും കൂടുതലുള്ളിടത്തുനിന്ന് കുറവുള്ളിടത്തേക്ക് ഒഴുകും. അതുപോലെ വായു എപ്പോഴും ഉച്ചമർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് ന്യൂനമർദ്ദമുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കും. ഈ ഒഴുക്കിനെയാണ് നമ്മൾ കാറ്റെന്ന് വിളിക്കുന്നത്. സിമ്പിൾ. ഓക്കേ, അപ്പോൾ അടിസ്ഥാന കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയാം. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയൊരു ചിത്രം നോക്കാം. നമ്മുടെ ഈ ഭൂമിയിൽ മുഴുവൻ കാറ്റുകളെ നിയന്ത്രിക്കുന്ന ഒരു ആഗോള സംവിധാനമുണ്ട്. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഭൂമിയിലെ ഓരോ സ്ഥലത്തും കിട്ടുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. അതോടൊപ്പം ഭൂമി കറങ്ങുകയും ചെയ്യുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഭൂമിക്ക് ചുറ്റും ചില പ്രത്യേക മർദ്ദവലയങ്ങൾ അഥവാ പ്രഷർ ബെൽറ്റുകൾ രൂപം കൊണ്ടിട്ടുണ്ട്. നോക്കൂ, ഭൂമധ്യരേഖയിൽ, അതായത് 0 ഡിഗ്രിയിൽ സൂര്യന്റെ ചൂട് ഏറ്റവും കൂടുതൽ കിട്ടുന്നതുകൊണ്ട് വായു മുകളിലേക്ക് ഉയർന്ന് ഒരു സ്ഥിരം ന്യൂനമർദ്ദമേഖലയുണ്ട്. ഇനി നേരെ ധ്രുവങ്ങളിലേക്ക് പോയാൽ 90 ഡിഗ്രിയിൽ കടുത്ത തണുപ്പ് കാരണം വായു തണുത്ത് താഴേക്ക് വന്ന് അവിടെ ഒരു ഉച്ചമർദ്ദമേഖലയും രൂപപ്പെടുന്നു. ഇതിനിടയിലുള്ള മറ്റു വലയങ്ങൾ ഉണ്ടാകുന്നത് ഈ വായുപ്രവാഹങ്ങളും ഭൂമിയുടെ കറക്കവുമൊക്കെ ചേർന്നുള്ള ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കാറ്റ് നേരെ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് പോകില്ല. കാരണം ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങുന്നൊരു മെരിഗോ റൗണ്ടിലിരുന്ന് നേരെ ഒരു പന്തെറിഞ്ഞാൽ അത് വളഞ്ഞുപോകുന്നതുപോലെ ഭൂമിയുടെ കറക്കം കാരണം കാറ്റിന്റെ ദിശയും വ്യതിചലിക്കും. ഇതിനെയാണ് കോറിയോലിസ് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഗോള മർദ്ദവലയങ്ങളും കോറിയോലിസ് പ്രഭാവവും ഇത് രണ്ടും ചേരുമ്പോഴാണ് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ലോകത്തിലെ സ്ഥിരം കാറ്റുകൾ ഉണ്ടാകുന്നത്. ഈയൊരു സിസ്റ്റം കാരണം ലോകത്തിലെ കാറ്റുകൾക്ക് ഏകദേശം പ്രവചിക്കാൻ പറ്റുന്നൊരു പാറ്റേൺ ഉണ്ട്. ആഗോള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരാം. ഈ പറഞ്ഞ അതേ തത്വങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ദിവസേനയും ഓരോ സീസണിലും മാറുന്ന കാറ്റുകളെയും ഉണ്ടാക്കുന്നത്.
ഒരു ഉദാഹരണം പറയാം. മലയോര പ്രദേശങ്ങളിൽ പകൽ സമയത്ത് മലഞ്ചെരിവുകൾ പെട്ടെന്ന് ചൂടാകും. അപ്പോൾ താഴ്വരയിൽ നിന്ന് കാറ്റ് മുകളിലേക്ക് വീശാൻ തുടങ്ങും. രാത്രിയാകുമ്പോഴോ മലകൾ വേഗത്തിൽ തണുക്കും. അപ്പോൾ അവിടെ രൂപപ്പെടുന്ന തണുത്തതും ഭാരമുള്ളതുമായ വായു താഴേക്ക് ഒഴുകിവരും. ഇതിന്റെ തന്നെ ഒരു വലിയ പതിപ്പാണ് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട മൺസൂൺ. വേനൽക്കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ചൂടാകുമ്പോൾ സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റ് കരയിലേക്ക് വരും. അങ്ങനെ നമുക്ക് മഴ കിട്ടും. ശൈത്യകാലത്ത് ഇതിന് നേരെ വിപരീതം സംഭവിക്കും. കരയിൽ നിന്ന് കാറ്റ് കടലിലേക്ക് പോകും. ഈ മർദ്ദവ്യത്യാസങ്ങൾ ചില സമയങ്ങളിൽ വളരെ വലുതും തീവ്രവുമാകാറുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ എന്തായിരിക്കും സംഭവിക്കുക? അതെ, അപ്പോഴാണ് ഭൂമിയിലെ ഏറ്റവും വിനാശകാരിയായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിലൊന്ന് രൂപം കൊള്ളുന്നത്. ഒരു ചക്രവാതമെന്ന് പറഞ്ഞ അടിസ്ഥാനപരമായി അതൊരു അതിശക്തമായ ന്യൂനമർദ്ദ കേന്ദ്രമാണ്. അതിലേക്ക് ചുറ്റുമുള്ള ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്ന് വായു അതിഭീകരമായ വേഗതയിൽ ചുഴറ്റിയടിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും രണ്ടു തരം ചക്രവാതങ്ങളുണ്ട്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ, അതായത് ട്രോപ്പിക്കൽ സൈക്ലോണുകൾ, ചൂടുള്ള കടലിന് മുകളിലാണ് രൂപം കൊള്ളുന്നത്. അവയുടെ വലുപ്പം കുറവാണെങ്കിലും ഭയങ്കര വിനാശകാരികളാകാം. മറ്റൊന്ന് മിതോഷ്ണമേഖലാ ചക്രവാതങ്ങളാണ്. ചൂടുള്ളതും തണുത്തതുമായ വായുപ്രവാഹങ്ങൾ കൂട്ടിമുട്ടുമ്പോഴാണ് ഇവയുണ്ടാകുന്നത്. ഇവയുടെ വലുപ്പം വളരെ കൂടുതലായിരിക്കാം, പക്ഷേ ശക്തി താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ കാറ്റെന്ന് പറയുന്നത് ഉയർന്ന മർദ്ദത്തിൽ നിന്ന് കുറഞ്ഞ മർദ്ദത്തിലേക്കുള്ള വായുവിന്റെ ഒരു യാത്ര മാത്രമാണ്. ഈ ലളിതമായൊരു തത്വമാണ് നമ്മുടെ ഗ്രഹത്തിന്റെ കാലാവസ്ഥയാകുന്ന ഈ വലിയ എഞ്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ അറിവ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കാരണം ഈ ഗ്രഹം ചൂടാവുമ്പോൾ കാലാവസ്ഥയുടെ ഈ അദൃശ്യ എഞ്ചിന് എന്തു മാറ്റം സംഭവിക്കും? കാറ്റിന്റെ രീതികളും ശക്തിയും മാറുമോ? കാലാവസ്ഥ താളം തെറ്റുമോ? ഒരുപക്ഷെ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലായിരിക്കാം നമ്മുടെ ഭാവി.